2 ദിവസം മുന്നോ ഈ രണ്ടെണ്ണത്തിനും അല്ല രണ്ടെണ്ണത്തിനൊന്നും പറഞ്ഞില്ലേ? അല്ല ഒരു 6 അടി നീളം എന്ന് പറഞ്ഞത് ഏതായിരുന്നു? ഇതിന്റെ ഉള്ളിൽ ആ 2 സ്ലാബിന്റെ ഇടയിലല്ലേ? ഇത് കുഞ്ഞാ നോക്കടാ, ഇത് കുഞ്ഞടാ മണ്ണല്ല. ഇത് ഇത്ര ഉണ്ടാവുള്ളൂ. ഇത് ഇത്ര ഉണ്ടാവുള്ളൂ. അത്രല്ല ഇത്ര ഉണ്ടാവും. ഏത് ഇപ്പൊ ഈ കാണുന്നത് അത്ര ഇത്ര ഉണ്ടാവുള്ളൂ മാക്സിമം പോയി ഞാൻ നോക്കാം. ഇതിന്റെ ഉള്ളിൽ ആ 2 സ്ലാബിന്റെ ഇടയിലല്ലേ? അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് മുക്കാട്ടുകരയാണ്. എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. സംഭവം എന്ന് വെച്ചാല് ചേട്ടന്റെ വീടാ രാജീവ്. ഓക്കെ, ചേട്ടന്റെ വീടല്ലേ? ആ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. കൂടെ കുറച്ച് സ്ലാബുകൾ പഴയ സ്ലാബുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലാണ് അവൻ്റെ അവിടെ നിന്ന് ഒന്ന് കയറിയത്. അവിടെ നിന്ന് നിങ്ങൾ കയറി. അപ്പൊ ചേട്ടൻ പറയണത് ഒന്നും കൂടി നീങ്ങോ കാണാല്ലേ? ചേട്ടൻ പറയണത് പുല്ലാനിമൂർക്കനാണെന്ന്. അപ്പോ എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നു. ഫോട്ടോ കാണിച്ചു തന്നപ്പോ നമ്മള് നമ്മുടെ വീഡിയോയിൽ സ്ഥിരം പറയാറുള്ള സാധനമാണ്, വെള്ളിക്കെട്ടിനാന്നൊക്കെ വെച്ചിരിക്കുന്ന കെട്ടും പുള്ളിയൊക്കെ ഉള്ള ചുമരുപാമ്പാണ്. ഇംഗ്ലീഷില് റസൽസ് ബുൾ സ്നേക്ക് എന്ന് പറയുന്നൊരു പാമ്പ. ഈ സാധാരണ വീടിന്റെ അകത്തൊക്കെ വരും, പല്ലിനൊക്കെ പിടിക്കാൻ പറഞ്ഞതാണ്. സംഭവം ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ധാരണ ഇതിന് മുന്നും ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട്. കാരണം വെച്ചാൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഏതാണെന്ന് അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ ഫോട്ടോ കാണിച്ചു തന്ന ഈ പാമ്പാണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുണ്ടെങ്കിൽ അത് ചുമരു പാമ്പാണ്, വിഷമില്ലാത്ത പാമ്പാണ്. സെയിം തന്നെ ചേട്ടൻ കാണിച്ചെന്ന അത് തന്നെ കണ്ടേ 2 ദിവസം മുന്നോ ഈ രണ്ടെണ്ണത്തിനും അല്ല രണ്ടെണ്ണത്തിനൊന്നും പറഞ്ഞില്ലേ? അല്ല ഒരു 6 അടി നീളം എന്ന് പറഞ്ഞത് ഏതായിരുന്നു? അതൊക്കെ അതാണ് ഇപ്പൊ ഇവിടെ ഒന്ന് കയറിയത്. അല്ലല്ല 2 ഒന്നാണ്. പക്ഷെ വലിപ്പം കൊണ്ട് നോക്കൂ. വലിപ്പം കൊണ്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ഈ 6 അടി എന്ന് പറയുമ്പോ അത് ഒരുപാട് വലിപ്പമായി. നമ്മുടെ ഇത്രയും വലിപ്പമായി 6 അടി എന്ന് പറയുമ്പോ. 6 അടി വലിപ്പം ഉണ്ടായിരുന്നോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും നോക്കാം. ഇത് അത്യാവശ്യം നല്ല കടികനായിട്ടുള്ളൊരു പാമ്പാ. ഇതല്ലേ സാധനം? ഇത് എത്രയുണ്ട്? ഇതെത്ര വലിപ്പമുണ്ട്? പോവില്ല, വേറെ പോവാനൊന്നുമില്ല. നമുക്ക് ഫോട്ടോ കണ്ടാൽ അറിയാം പാമ്പിന്റെ വലിപ്പം എത്രയാണ്. എലിയിലില്ല, അത് മാത്രമേ ഉള്ളൂ. അതൊന്ന് കാണിച്ചു നമ്മുടെ ആൾക്കാരൊക്കെ മാറ്റാട്ടെ. ഇതാണ് പാമ്പ്. 6 അടി നീളം പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പാമ്പ്. സംഭവം 6 അടി പോയിട്ട് 1 അടി കഷ്ടി അല്ല 1 അടി കഷ്ടിയുള്ളൂ ഈ പാമ്പ്. ചുവർപ്പാമ്പാണ്. നമ്മുടെ വീടിനകത്തൊക്കെ കോമൺ ആയിട്ട് കാണുന്നൊരു പാമ്പാണ്. ഓക്കെ, അതായത് ചേട്ടാ ഇതിന്റെ തള്ള എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ പറയാനില്ലേ തള്ളാന്ന്? തള്ളാന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത്ര നീളെ വരുള്ളൂ. ഈ പാമ്പ് മാക്സിമം ഇത്ര നീളെ വരുള്ളൂ. ഒരു 1 അടി മാക്സിമം പോയി 1.5 അടി. അത് ഞാൻ ഫോട്ടോ ചേട്ടൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ പറയും. തൊടാണ്ട് കയറ്റാനുള്ള പരിപാടിയാണ്, പക്ഷെ തൊടാണ്ടിരിക്കാൻ പറ്റൂല. ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കാന്ന് വെച്ചാലേ വലിയ എളുപ്പമുള്ള കേസല്ല. ചെറിയ പാമ്പാണ്, പെട്ടെന്ന് കടിക്കുവരെ. എന്റെ ക്യാപ്പ് വെച്ചാൽ എങ്ങനെയുണ്ട്? അപ്പൊ ഈ പാമ്പ്
അപ്പൊ ഇനി ഈ പാമ്പിനെ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. പുല്ലാനി മൂർഖൻ എന്ന് പറയുന്ന ഒരു മൂർഖൻ ഇനമൊന്നും നമ്മുടെ നാട്ടിലില്ല. നമ്മളതിനെ പുല്ലാനി മൂർഖൻ എന്ന് പറയും. തേക്കില പുള്ളി എന്ന് പറയുന്നത് വേറെയാ, അണലീനൊക്കെ പറയുന്നതാണ്. അല്ലല്ല, ഇത് ചുമര് പാമ്പ് എന്ന് പറയുന്ന വീടിനകത്ത് കാണുന്ന പല്ലീനെ പിടിക്കുന്ന ഒരു പാമ്പ്. വേറെ ഒരു വിഷവും ഇല്ല, ഉപദ്രവകാരും ഇല്ല, പിടിക്കില്ല. അല്ല, അത് എന്താ സംഭവം അറിയോ? സെയിം തന്നെ. അതായത് ഇപ്പൊ ഞാനിപ്പോ ഈ പാമ്പിന്റെ ഫോട്ടോ അടുത്ത് വന്ന് ക്ലോസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വലിപ്പം മനസ്സിലാവില്ല. ഇത്രയും സ്പേസിലാണ് ആ പാമ്പ് ഇരിക്കണേ, ഈ ഒരു സ്പേസിലായിരിക്കണേ. അത് നിങ്ങൾ ആ ഫോട്ടോ ക്ലോസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് വലിപ്പമായിട്ട് തോന്നുന്നു. ഇല്ല, സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അത് ഒന്ന് ക്ലോസ് ആയിട്ട് അടുത്ത് അത്ര ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോ ഉള്ള സൂം ചെയ്യുമ്പോ നമുക്ക് ഇതിപ്പോ ഇങ്ങനെ കാണില്ലേ? ഒന്ന് കട്ട് ചെയ്യാം. ഇതിപ്പോ ഇങ്ങനെ കാണില്ലേ? ഇതിപ്പോ ഇങ്ങനെ കാണുന്നതിന്റെ വലിപ്പം നിങ്ങൾക്ക് എത്ര തോന്നണേ? കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ട്. ഈ സാധനം ഇരിക്കുന്നത് അതാ ഇത്രയും സ്പേസിൽ ഇരിക്കണേ. ആ സ്ലാബാണ്, സ്ലാബിന്റെ മുകളിൽ ഇരിക്കണേ. ക്യാമറയിൽ എടുക്കുമ്പോ തോന്നുന്നതാ. അപ്പൊ ഓക്കെ, ഏതാണ്ട് ചേട്ടൻ കൺവിൻസ് ആയിട്ടുണ്ടാവും വിചാരിക്കണം ഇല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ അതന്നെ ഒരു ആശ്വാസം. അല്ലെങ്കിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല. കാരണം നേരിട്ട് കണ്ടപ്പോ നമുക്ക് കാര്യം ബോധ്യപ്പെട്ടു. ഫോട്ടോയിൽ അത് വലിപ്പം തോന്നും. അപ്പൊ ഓക്കെ, വിഷമില്ലാത്ത എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, റസൽസ് വോൾഫ് സ്നേക്ക് എന്ന് പറയുന്ന, ചുവർപ്പാമ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെള്ളി വരയെന്നൊക്കെ പറയുന്ന വിഷമില്ലാത്ത പല്ലികളെ പിടിക്കുന്ന ഒരു പാമ്പാണ്. അപ്പോൾ ഓക്കെ, ഈ ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു, സൈനിങ് ഓഫ്.